പുറത്ത് മാളിലൊക്കെ കറങ്ങി അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി ഡിന്നർ കൂടി കഴിച്ചിട്ടാണ് ഇരുവരും മാളിൽ നിന്നും പാർക്കിങ്ങിലേക്ക് ഇറങ്ങിയത്. നന്ദൻ്റെ ഭദ്ര മാത്രമായി ഓരോ നിമിഷവും അവൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെയായിരുന്നു ഭദ്രയുടെ നടത്തം. ഒറ്റ നോട്ടത്തിൽ ആരും നോക്കിപ്പോകുന്ന പൊരുത്തമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. അനന്തൻ്റെ ഗൗരവം നിറഞ്ഞ ഭാവവും ഭദ്രയുടെ കുറുമ്പും നിഷ്കളങ്കതയും നിറഞ്ഞ മുഖവും ഒക്കെ വല്ലാത്തൊരു ചേര് തന്നെയായിരുന്നു കണ്ടു നിൽക്കാൻ. ആണോ? എപ്പോൾ എത്തും? ഞങ്ങൾ പുറത്താണ് ദേവച്ച. ഒരു 10 മിനിറ്റ് ഡ്രൈവ് അത്രയുള്ളൂ പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിൽ വെച്ചതും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അവളുടെ സംശയത്തോടെയുള്ള നോട്ടം അവരിൽ മാത്രമായി. ദേവച്ചനാ ഭദ്രേ, ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. നന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ പെണ്ണിൻ്റെ മുഖം ഒന്ന് വിടർന്നു. പിന്നെ അധികം വൈകാതെ തന്നെ ഇരുവരും ഫ്ലാറ്റിലേക്ക് യാത്ര തിരിച്ചു. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് അനന്ത? തീർത്തും ഗൗരവത്തോടെയുള്ള ദേവച്ചൻ്റെ ചോദ്യത്തിന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു നന്ദൻ. ഭദ്രയുടെ അമ്മ വീട്ടുകാരല്ലേ ദേവച്ച, നമുക്ക് എങ്ങനെ എതിര് പറയാനാകും? ഇതിപ്പോൾ അവളെ കാണണമെന്ന് പറയുമ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് മതി. അന്ന മരിച്ചു പോയ വിവരം അറിഞ്ഞു തളർന്നു പോയതാണ് അവളുടെ അമ്മച്ചി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആകെ പറയുന്ന ആഗ്രഹം മോളെ കാണണമെന്നും. എന്തായാലും നീ ജോയിൻ ചെയ്തതിന് മുൻപേ അവരെ ചെന്ന് ഒന്ന് കണ്ടിട്ട് വരാൻ നമുക്ക്. അന്നയും ആഗ്രഹിക്കുന്നുണ്ടാകും ആ കാര്യം. ദേവച്ചനും അനുകൂലിച്ചുകൊണ്ട് പറയുമ്പോൾ അധികം വൈകാതെ തന്നെ അവിടേക്ക് പോകാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരുന്നു. അങ്ങോട്ട് പോകണം നന്ദേട്ടാ. രാത്രി അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുമ്പോഴാണ് അവളുടെ ചോദ്യം. നന്ദൻ തന്നെയാണ് ദേവച്ചൻ വന്നതിന് പിന്നിലുള്ള ഉദ്ദേശം പറഞ്ഞു കൊടുത്തത്. കേട്ടപ്പോൾ മുതൽ ഒരു 4 തവണയെങ്കിലും ഈ ചോദ്യം ആവർത്തിച്ച് കാണും ഭദ്ര. നിനക്കിഷ്ടമില്ലേ? എനിക്ക് അവരൊന്നും പരിചയമില്ലല്ലോ നന്ദേട്ടാ. അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ പരിചയപ്പെടാനല്ലേ പോകുന്നേ? ഒന്ന് കണ്ട് ഇങ്ങോട്ട് ഓടിപ്പോരാടി. ഞാൻ നേരത്തെ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ആറ്റുനോറ്റ് കിട്ടിയ എൻ്റെ ഹണിമൂൺ ആഘോഷിക്കാനാണ്. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പതിയൊന്ന് കടിച്ചു വിട്ടതും മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കിയവൾ. ഇങ്ങനെ നോക്കാതടി, എൻ്റെ ഇത് മുഴുവനും ഞാൻ ചിലപ്പോൾ കടിക്കും, പിന്നെ ഇങ്ങനെ ചുംബിക്കും പറഞ്ഞുകൊണ്ട് തന്നെ വിടർന്നു നിൽക്കുന്ന അവളുടെ അധരങ്ങളെ ഒന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചു നന്ദൻ. കൈകൾ സാരത്തുമ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ വയറിനെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചു. വിരലുകൾ നാഫിച്ചുടിയിൽ ഊർന്നിറങ്ങിയതും ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ ബലിഷ്ഠമായ കൈകൾ പിടുത്തമിട്ടു ഭദ്ര. ഏറെ നേരത്തിന് ശേഷം മധുരങ്ങൾ തമ്മിൽ അകുന്നതും കിതച്ചുകൊണ്ട് തന്നെ അവളുടെ നിറകിൽ മുഖമമർത്തിയവൻ. തളർന്നോ എൻ്റെ ഭദ്ര? ഇത്ര വേഗം? വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയ മുഖത്തിലൂടെ അവൻ്റെ വിരലുകൾ ചലിച്ചു. പറയപ്പെണേ. ആ ചോദ്യത്തിൽ കൂർപ്പിച്ച് നോക്കുന്ന അവളുടെ മിഴികളിലേക്ക് കുറുമ്പോടെ നോട്ടം പായിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. ഇത്ര ഉമ്മ തന്നിട്ട് തളർന്നോ എന്ന് ചോദിക്കുവാണോ? പെണ്ണെന്ന് കിർവിച്ചതും മെല്ലെ ചിരിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറിക്കിടന്നവൻ അടുത്ത നിമിഷം തന്നെ വീണ്ടും പെണ്ണെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. എത്രയുമ്മ? കൗണ്ട് ചെയ്തോ നീ? എനിക്ക് ഉമ്മ വയ്ക്കാൻ ഈ പാവം ഭദ്ര മാത്രമല്ലേ ഉള്ളൂ. നിറകിൽ തഴുകിക്കൊണ്ട് ആ ചോദ്യം വരുമ്പോൾ നെഞ്ചിലായി താടി കുത്തിവെച്ച് അവനെ ഒന്ന് നോക്കിയവൾ. എന്താടി, ഈ നന്ദേട്ടൻ ഒത്തിരി കുറുമ്പനാ ആണോ? ആദ്യമൊക്കെ എന്നെ ഒന്ന് നോക്ക് പോലും ഇല്ലായിരുന്നു. എന്തേലും പറഞ്ഞാൽ ഗൗരവത്തോടെ നോക്കും, എന്തെങ്കിലും ചോദിച്ചാലോ ഒന്ന് മൂളും. കാര്യമായി തന്നെ പറയുന്നവളെ നേർത്തൊരു ചിരിയോടെ നോക്കിയിരുന്നു നന്ദൻ. അന്നൊക്കെ പേടിയായിരുന്നു പെണ്ണെ. പിന്നെ അത്രയും സങ്കടവും. നിന്നെ ഒന്ന് നോക്കിപ്പോയാൽ അനന്തൻ്റെ ഉള്ളിൽ താഴിട്ട് പൊട്ടിയ പ്രണയം മുഴുവനും പുറത്തേക്കൊഴുകും എന്നുള്ള ഭയം. നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്ത വിധം ഒരു സ്വാർത്ഥത നിറഞ്ഞു പോകുമായിരുന്നു എന്നിൽ. ഭദ്ര ജനിച്ചത് അനന്തൻ്റെ പാതിയാവാൻ വേണ്ടിയാ. എത്രയൊക്കെ താഴിട്ട് പൂട്ടി എന്ന് പറഞ്ഞാലും ഈ കണ്ണിലെ പ്രണയം ഞാൻ അറിഞ്ഞതാണ്. പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ കഴുത്തിലായി മുഖം പൂഴ്ത്തി വെച്ചവൾ. ഒന്ന് വിറച്ചു പോയവൾ അവളെ ചുടുനിശ്വാസം കഴുത്തിൽ തട്ടി അകന്നു പോകുന്നു. എന്താ നന്ദേട്ടാ? ഉയർന്നു പോയ അവൻ്റെ മിടിപ്പിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ടാണ് അവളുടെ ചോദ്യം. നിനക്കറിയില്ലേ? അറിയിച്ചു തരാവേ. പറയുന്നതിനൊപ്പം തന്നെ അവളുമായി ഒന്നും മറിഞ്ഞവൻ. കിളങ്ങി ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലായി മുറുകെ പിടിച്ചു ഭദ്ര. നിറകിൽ തുടങ്ങിയ അവൻ്റെ ചുംബനം അവളുടെ ഉടലിനെ ഒന്നാകെ പൊതിഞ്ഞു. കണ്ണുകൾക്കും കൈകൾക്കും അധരങ്ങൾക്കും തടസ്സം തീർത്തവയെല്ലാം അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ അഴിഞ്ഞു വീണു. ഓരോ ചുംബനത്തിലും പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ പേര് വിളിച്ചവൾ. കിതപ്പുകളും നിശ്വാസങ്ങളും ഏറി. ഒടുവിൽ എപ്പോഴോ അവളിൽ പെയ്തു തോർന്നുകൊണ്ട് ഒരു പുതപ്പിനുള്ളിലേക്ക് തന്നെ ഇരുവരും ചേക്കേറി. സത്യമാണോ വിജയ? അവർ വരാമെന്ന് പറഞ്ഞോ? നിറഞ്ഞ സന്തോഷത്തോടെ അത്ഭുതത്തോടെയായിരുന്നു കത്രീനയുടെ ചോദ്യം. അതേടി, ദേവനിപ്പോൾ വിളിച്ചു വച്ചതേയുള്ളൂ. മറ്റന്നാൾ കാലത്ത് അവരിങ്ങെത്തും. അതെയോ? ഞാനിത് വേഗം ചെന്ന് അമ്മച്ചിയോട് പറയട്ടെ.
കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവും. പറയുന്നതിനൊപ്പം തന്നെ പുറത്തേക്ക് പോകുന്നവരെ ജേക്കബും സന്തോഷത്തോടെ നോക്കിയിരുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ സന്തോഷങ്ങൾ പലതും തിരിച്ചെത്തുന്നത് പോലൊരു പ്രതീതി അയാളിൽ നിറഞ്ഞു. അലക്സിന്റെ വരവും അതിന് പിന്നിലുള്ളൊരു കാരണമായിരുന്നു. നന്ദന്റെ നെഞ്ചിലെ ചൂടിലേക്ക് ഒന്നുകൂടി പതുങ്ങിക്കിടന്നവൾ. മെഡിസിനൊക്കെ കൊടുത്ത് കിടത്തിയതാണ് നന്ദൻ. പാതിരാത്രി മുതൽ തുടങ്ങിയ പനിയാണ് പെണ്ണിന്. ആദ്യമായുള്ള സംഗമത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്. അത്രയും പ്രണയത്തോടെ കരുതലോടെ അവളെ അടക്കി പിടിച്ചതേയുള്ളൂ നന്ദൻ. അവൻ്റെ തന്നെ ഒരു ലോസ് ടീഷർട്ട് മാത്രമാണ് പെണ്ണിൻ്റെ വേഷം. ഞാൻ അഴിച്ചു കളഞ്ഞതൊന്നും ചുറ്റിത്തരാൻ എനിക്കറിയില്ല ഭദ്രേ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇതിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാതിൽ പതിയെ ഒരു സ്വകാര്യം പോലെ അവൻ മന്ത്രിക്കുമ്പോൾ പനിച്ചൂടിലും അവളെ ഉടലൊന്ന് വിറച്ചു പോയിരുന്നു. അവളെ നെഞ്ചിലേക്ക് കിടത്തുന്നതിനൊപ്പം പുതപ്പിച്ചു കൊടുക്കാനും മറന്നില്ല നന്ദൻ. അവനിലെ പ്രണയവും വാത്സല്യവും കരുതലും എല്ലാം ഒരുപോലെ അനുഭവിച്ച് അറിയുകയായിരുന്നു ഭദ്ര ഓരോ നിമിഷവും. അല്ലെങ്കിലും അവനിലെ ഈ വികാരങ്ങളെല്ലാം എന്നും ഒരുപോലെ അവൾക്ക് മാത്രം സ്വന്തമാണ്. അനന്തൻ്റെ ഭദ്രയ്ക്ക് മാത്രം. ബലിഷ്ഠമായ ആ കൈക്കുള്ളിൽ പൂർണ്ണ സുരക്ഷിതയായി തന്നെ മിഴികൾ അടച്ചു കിടന്നു ഭദ്ര. ഇനി ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പുതിയ അതിഥികളെയൊന്നും അറിയാതെ ദേവനും മകളും വരുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് മാളികയിലുള്ളവരെല്ലാം. തലയിന്ന് വരെ തളർന്നു കിടന്ന അമ്മച്ചി പോലും എഴുന്നേറ്റ് ഉഷാറായിട്ടുണ്ട്. ആൽഫി വന്നപ്പോഴേ അമ്മച്ചിയുടെ പകുതി അസുഖം പോയി. ഇപ്പോൾ അന്യയുടെ മകൾ വരുന്നു എന്നതുള്ളതിൻ്റെ സന്തോഷം വേറെയും. വൈകുന്നേരത്തോടെ എത്തുമെന്നാണ് ദേവൻ വിളിച്ചറിയിച്ചത്. കഴിക്കാൻ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. മോൾക്ക് ഇതൊക്കെ ഇഷ്ടമാകുമോ കത്രീനെ? ബീഫിലേക്ക് തേങ്ങ കൊത്തിയിട്ടുകൊണ്ടാണ് അമ്മച്ചിയുടെ ചോദ്യം. കഴിക്കുമായിരിക്കും അമ്മച്ചി. അന്യയുടെ ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു ഇതും. അപ്പോൾ മോൾക്ക് ഇഷ്ടമാകും. എന്തായാലും എല്ലാം ഉണ്ടാക്കാം. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോട്ടെ. മനസ്സ് തുറന്നൊരു പുഞ്ചിരി അവരിൽ നിറഞ്ഞു പോയി. അടങ്ങി നിൽക്കുന്ന അന്തേട്ടാ, കൊഞ്ചാതെ. വയറിൽ ഈക്കിളിയാക്കുന്നവൻ്റെ മുഖം പിടിച്ച് മാറ്റിക്കൊണ്ടാണ് പെണ്ണിൻ്റെ പറച്ചിൽ. തലവേദനയാണ്, ഒന്ന് മസാജ് ചെയ്ത് താ ഭദ്രേ എന്നും പറഞ്ഞ പെണ്ണിൻ്റെ മടിയിലേക്ക് കിടന്നതാണവൻ. കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞത് ചെക്കൻ്റെ കുറുമ്പും വികൃതിയും പുറത്തെടുത്ത് തുടങ്ങി. ഇതൊക്കെ ഞാൻ ചെയ്തതാണോ പെണ്ണെ? വെളുത്ത വയറിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകളിൽ നോക്കിക്കൊണ്ടാണ് നന്ദൻ്റെ ചോദ്യം. മുഖം കുനിച്ച് അവനെ ഇന്ന് കൂർപ്പിച്ച് നോക്കി ഭദ്ര. കുറുമ്പയുടെ മുഖം അവിടേക്ക് തന്നെ അമർത്തി വെച്ച് കളഞ്ഞവൻ. പുളഞ്ഞുകൊണ്ട് ആഞ്ഞൊന്ന് ശ്വാസം എടുത്തു പോയവൾ. നീട്ടി വളർത്തിയ താടിയും മുടിയും കുത്തി ഇക്കിളിയായതും പെണ്ണവൻ്റെ മുടിയിൽ അമർത്തി വലിച്ചു നോവിച്ചു. എന്താടി? കൂർപ്പിച്ച് നോക്കുന്നുണ്ട് നന്ദൻ. ദേ ഈ കാടൊക്കെ വെട്ടി തെളിയിച്ചിട്ട് മതി. നീട്ടിയ മുടിയിലേക്കും താടിയിലേക്കും നോക്കിക്കൊണ്ടാണ് പറച്ചിൽ. കള്ളച്ചീരയുടെ മേശയൊന്ന് പിരിച്ചു നന്ദൻ. എന്തു മതിയെന്നാ ഭദ്രേ? കുറുമ്പം നിറഞ്ഞൊരു നോട്ടമാണ് അവരിൽ. ഭദ്രയുടെ കവളിൽ കുങ്കുമം ചാലിക്കുന്നൊരു നോട്ടം. പെടച്ചിലൂടെ നോട്ടം വെട്ടിച്ചു കളഞ്ഞവൾ. പറയുവേണേ, എന്തു മതിയെന്നാ എൻ്റെ പൊന്നു പറഞ്ഞേ? ഒന്നുയർന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ടാണ് ആ ചോദ്യം. നന്ദേട്ടാ ഞാൻ നീ ഒന്നുമില്ല. ഇല്ലേ? ശരിക്കും ഞാൻ പറയട്ടെ? ശ്വാസം പോലെയാണ് ചോദ്യം. ഉടലിലെ രോമങ്ങൾ ഒന്നാകെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ, ഒരു വിറയിൽ പാഞ്ഞു കയറിയതുപോലെ. ഞാൻ പറ. അവൻ വീണ്ടും എന്തോ പറഞ്ഞു തുടങ്ങിയതും മുന്നോട്ടാഞ്ഞുകൊണ്ട് ആദരങ്ങൾ ഒന്നാകെ പൊതിഞ്ഞെടുത്തതും ഒരുമിച്ചായിരുന്നു. നന്ദൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു പോയി. ഒരു നിമിഷം വേണ്ടി വന്നു തൻ്റെ ഭദ്ര തന്നെ ചുംബിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ. കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിയതും നുണഞ്ഞതും അവനിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. അടുത്ത നിമിഷം വയറിലൂടെ ഒന്നാകെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആദരങ്ങൾ വേർപ്പെടുത്താതെ വീട്ടിലേക്ക് ചാഞ്ഞു നന്ദൻ. അവളെ തുടങ്ങിയ ചുംബനം അവൻ ഏറ്റെടുത്തു. അവളെ കവളിനെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആഴത്തിൽ നുണഞ്ഞു. ഭദ്രയുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിമുറുക്കി. ഏറെ നേരത്തിനൊടുവിൽ കിതച്ചുകൊണ്ട് അവൻ അകലുമ്പോൾ വിറച്ചുകൊണ്ട് അവളും ആ നെഞ്ചിലേക്ക് ചേർന്നു. എൻ്റെ കള്ളിപ്പെണേ, കാതിലൊരു സ്വകാര്യം പോലെ വിളിച്ചതും നെഞ്ചിൽ പല്ലുകളാഴ്ത്തി നോവിച്ചു വിട്ടു ഭദ്ര. ഉച്ചയ്ക്ക് ശേഷം പോകാനായിരുന്നു പ്ലാൻ. ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള ഡിസൈനർ സാരിയാണ് ഭദ്ര കൊടുത്തത്. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമൊക്കെ സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്. കുറുമ്പും വികൃതിയുമൊക്കെ കൂടെ ഒരാൾ എപ്പോഴും ഉള്ളതുകൊണ്ട് ഭദ്രയുടെ കവളുകൾക്ക് എപ്പോഴും ചുവപ്പ് നിറം തന്നെയാണ്. നന്ദേട്ടാ കഴിഞ്ഞില്ലേ? സാരിയുടെ പ്ലീറ്റ് എടുത്ത് കുത്തുന്നതിനിടയിൽ അടഞ്ഞുകിടക്കുന്ന ബാത്റൂം ഡോറിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചതാണ് ഭദ്ര. കുളിക്കാൻ എന്ന് പറഞ്ഞ് കയറിയിട്ട് മണിക്കൂർ ഒന്നാകുന്നു. ആളെ കാണാത്തത് കൊണ്ടാണ് വിളിച്ചത്. ദേ കഴിഞ്ഞു. ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞതും ഭദ്രയെന്ന് തിരിഞ്ഞു നോക്കി. ടർക്കി കൊടുത്ത് കള്ളച്ചീരോടെ നിൽക്കുന്നവനെ കാണി അടുത്ത നിമിഷം അത്ഭുതത്തോടെ പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു. കട്ടിയുള്ള മീശയിൽ തിരിച്ചെന്ന് ചിരിച്ചു നന്ദൻ. നീട്ടിയ താടിയും മുടിയുമൊക്കെ കളഞ്ഞ് ഒരു പോലീസ് ലുക്കിലാണ് നിൽപ്പ്. ഇങ്ങനെ നോക്കാതെ ഭദ്രേ,
എനിക്ക് എന്തൊക്കെയോ തോന്നും. അടുത്തേക്ക് വന്ന് അവളെ ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും ആ ദേഹത്തെ നനവിൽ അവളൊന്ന് വിറച്ചു. ഇനി എനിക്ക് എവിടെയും ഉമ്മ വയ്ക്കാലോ ഭദ്രേ. കാതിൽ അമർത്തി ചുംബിക്കുന്നതിനൊപ്പം കൈകൾ നഗ്നമായ ഇടുപ്പിനെ ഒന്നാകെ പൊതിഞ്ഞതും ഭദ്രയുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. കൂറുമ്പോടെ നിന്നവൻ പെണ്ണിൻ്റെ ആ ഭാവത്തിൽ കൊതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട ഭദ്രേ, ഇങ്ങനെ നിന്നാൽ പോകു നടക്കില്ല. നെറുകയിൽ ചുണ്ടമർത്തി വെച്ച് പറഞ്ഞതും പെണ്ണിൻ്റെ ചുടികളും ഭംഗിയായി ഒന്ന് വിടർന്നു പോയി. എന്താടി, എനിക്ക് ഈ നന്ദേട്ടനെ ഒത്തിരി ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. അവനൊന്ന് കളിയാക്കി വിട്ടതും പെണ്ണിൻ്റെ മുഖമൊന്ന് ഉയർത്തു. ചിരിയോടെ ഒന്നുകൂടി അവളെ അടക്കി പിടിച്ചു നന്ദൻ. നീ ഇതെങ്ങോട്ടാ ആൽഫി? റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്നവനെ കാണി കാത്രീന ഒരു സംശയത്തോടെ ചോദിച്ചു. ഞാൻ പുറത്തേക്ക്, ജോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പം എങ്ങോട്ടും പോവണ്ട. ജോയോട് ഇങ്ങോട്ട് വരാൻ പറ. അവനെയും കണ്ടിട്ട് കുറേ ആയില്ലേ ഇപ്പോൾ. അമ്മച്ചി, അത് പറയുന്നത് കേൾക്ക് ആൽഫി. ഇന്ന് അന്നിയുടെ മോളും വരുന്ന ദിവസമല്ലേ. നീ ഇവിടെ നിൽക്ക്. കത്രീന വീണ്ടും നിർബന്ധിച്ചതും കൂടുതൽ എതിർക്കാൻ നിൽക്കാതെ അവന് സമ്മതം പറഞ്ഞു. ഫോണെടുത്ത് നേരെ ജോയിയെ വിളിച്ചു. 2 കാറിലായാണ് ദേവച്ചനും അനന്തനും ഭദ്രയും യാത്ര തിരിച്ചത്. ദേവച്ചൻ അവിടെ നിന്നും തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് അവിടേക്ക്. എന്തു പറ്റി പെണ്ണേ? കുറേ നേരമായാലോ ആലോചന തുടങ്ങിയിട്ട്. കാറിൽ കയറിയത് മുതലുള്ള ഭദ്രയുടെ മൗനം കാണുകയാണ് ചെക്കൻ്റെ ചോദ്യം. സാധാരണ ഒന്നിച്ചുള്ള യാത്രകളിലൊക്കെയും പെണ്ണിന് പറയാൻ ഒരുപാടുണ്ടാകും. എന്തോ അമ്മയില്ലാതെ അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല നന്ദേട്ടാ. അവൻ്റെ തൊള്ളിക്ക് മുഖം ചായച്ചുകൊണ്ട് പതിയെ പറഞ്ഞവൾ. ഒന്നുമില്ലെന്നേ, അവിടെ ചെന്ന് ഒന്ന് പരിചയമാകുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കൊള്ളും. ഞാനില്ലേ കൂടെ? ഞാൻ നന്ദേട്ടനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ? തോളിൽ താടി കുത്തിവെച്ച് മിഴികൾ മാത്രം ഉയർത്തിക്കൊണ്ടാണ് ചോദ്യം. മുഖം ചിരിച്ച് ആ കണ്ണുകളിലെ സംശയത്തിലേക്ക് ഒന്ന് നോക്കി നന്ദേട്ടൻ അങ്ങോട്ട് പോവാൻ എന്തിനാ ഇത്ര ഉത്സാഹം? ഒരു നിമിഷം പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ ഒന്ന് പകച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിൽ അവൾക്ക് കാണാൻ കഴിയാത്ത വിധമുള്ളൊരു കള്ളച്ചിരി വിരിഞ്ഞു. അങ്ങനെ തോന്നിയോ ഭദ്രയ്ക്ക്? തോന്നി. അതെന്താ? അത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചുള്ള ടൈം കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പിണക്കം കാണിക്കുന്ന ആളല്ലേ. അതൊന്നുമില്ലാതെ വന്നപ്പോൾ ഒരു സംശയം. ആദ്യം ഒന്ന് വിക്കിപ്പോയെങ്കിലും ഉള്ളിൽ തോന്നിയ സംശയം വ്യക്തമായി തന്നെ ചോദിച്ചു ഭദ്ര. ദേവസ്വം പറയുമ്പോൾ എനിക്കൊരു നോ പറയാൻ പറ്റില്ലല്ലോ പെണേ. അതല്ലേ ഞാൻ. നന്ദൻ പറഞ്ഞു നിർത്തിയതും കൂടുതലൊന്നും ചോദിക്കാതെ വെറുതെ ഒന്ന് മൂളി ഭദ്ര. പിന്നെയൊന്നും പറയാതെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് മിഴികൾ അടച്ചു കിടന്നു. അവനും അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് ഡ്രൈവിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോഴും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു ഗൂഢമായ പുഞ്ചിരി. വൈകുന്നേരമായിരുന്നു. 2 കാറുകളും മാളികകൾ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ആദ്യം ദേവസിൻ്റെ കാറാണ് വന്നു നിന്നത്. പുറകെ നന്ദൻ്റെയും. ഇരുവരെയും കാത്തുനിന്നതുപോലെ കുടുംബത്തിലുള്ള എല്ലാവരും പുറത്തു തന്നെ നിൽക്കുന്നുണ്ട്. കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിലായി പ്രതീക്ഷിച്ചിരുന്ന മുഖങ്ങൾ കണ്ടതുപോലെ നന്ദൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഭദ്ര എപ്പോഴും പുറത്തേക്ക് നോക്കിയിരിപ്പാണ്. അവിടേക്ക് ചെല്ലാൻ മനസ്സിപ്പോഴും അനുവദിക്കാത്തതുപോലെ. കൂടി നിൽക്കുന്നവരിലെല്ലാം പരിചയമുള്ള മുഖങ്ങൾ തേടി നോക്കിയെങ്കിലും ആരെയും എവിടെയും കണ്ട ഒരു ഓർമ്മ പോലും അവൾക്ക് തോന്നിയില്ല. ഇപ്പുറം പുറത്തു നിൽക്കുന്ന പരിചയമുള്ള മുഖങ്ങൾ കാണി ഒരു ഞെട്ടിലോടെ തറഞ്ഞിരിപ്പായിരുന്നു ദേവച്ചൻ. ആരെയാണോ ഈ ജന്മം ഇനി മകൾ കാണരുത് എന്നാഗ്രഹിച്ചത് ആ വ്യക്തിയുടെ അരികിൽ തന്നെ മകളെയും കൊണ്ട് എത്തിയിരിക്കുന്നു. ആൽഫിയും അന്നയും ഒരു കുടുംബത്തിലെ തന്നെയായിരിക്കുമെന്ന് ഒരിക്കൽ പോലും വെറുതെ പോലുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടില്ല ദേവച്ചൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ വർഷങ്ങൾക്കിപ്പുറം ഇതുപോലൊരു കൂടിക്കാഴ്ച. ഒരു നിമിഷം കൊണ്ട് ശരീരം ഒന്നാകെ വിയർത്തതുപോലെ അദ്ദേഹം അറിഞ്ഞു. മകളൊന്ന് സന്തോഷിച്ചു തുടങ്ങിയതേയുള്ളൂ, ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. ഒരുപാട് ചിന്തകളും ഭീതിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ പാഞ്ഞു. അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു ദേവച്ചൻ. ഇറങ്ങ് ദേവച്ച. അതും പ്രതീക്ഷിച്ചിരുന്നു എന്നതുപോലെ ഒരു ചിരിയുടെ അവൻ്റെ മറുപടിയും വന്നു. നന്ദൻ്റെ ചിരിയോടെയുള്ള ശബ്ദം മാത്രം മതിയായിരുന്നു അവനെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നെന്ന് ദേവച്ചന് മനസ്സിലാക്കാൻ. വല്ലാത്തൊരു ആശ്വാസം തോന്നിപ്പോയിരുന്നു ദേവച്ചന്. അവൻ കൂടെയുള്ളപ്പോൾ മകൾ സുരക്ഷിതയാണെന്ന് ഉറപ്പാണ്. സ്വയം വേദനിക്കാനും ആർക്കും വേദനിപ്പിക്കാനും അവളെ അവൻ വിട്ടു നൽകില്ലെന്ന് ഉറപ്പാണ്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ചുറ്റുമുള്ളവരുടെ എല്ലാം നോട്ടം അദ്ദേഹത്തിലേക്കായി. ജേക്കബും മാത്യുവും ദേവസ്വനെ കണ്ടതേ അടുത്തേക്ക് ചെന്നു. കത്രീനയുടെയും സ്റ്റെല്ലയുടെയും അമ്മച്ചിയുടെയും ദിയയുടെയും ഉൾപ്പെടെയുള്ള മിഴികൾ അദ്ദേഹത്തിൻ്റെ മകളെ തേടുന്ന തിരക്കിലായിരുന്നു. ഇതേ നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് നിൽപ്പാണ് ജോയും ആൽഫിയും. ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തിയെ മുന്നിൽ കണ്ട ഞെട്ടലായിരുന്നു ഇരുവരും. ദേവങ്കൾ. ഒരു പകപ്പോടെ അവൻ്റെ അധരങ്ങൾ ആ നാമം ഉരുവിട്ടു. കണ്ണുകൾ ഞെട്ടലോടെയും വേദനയോടെയും ഒന്ന് നിറഞ്ഞുപോയി.
അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ അവൻ്റെ മിഴികൾ പ്രതീക്ഷയോടെ ആരെയോ തേടി. നെഞ്ചം തുടികൊട്ടി ഉയർന്നു. ഉള്ളിൽ വേറിട്ട് പോയൊരു മുഖമുണ്ട്. അവളോടുള്ള ഭ്രാന്തുണ്ട്. വല്ലാത്തൊരു പിടച്ചിലോടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു. ജോയും വിശ്വസിക്കാൻ പോലും ആവാതെ ശ്വാസം അടക്കി പിടിച്ചു നിൽപ്പാണ്. ഇരുവർക്കും ഒഴിച്ച് മറ്റാർക്കും ദേവശനെ അറിയില്ല. ഭദ്രയെ മാത്രമേ അവരൊക്കെ കണ്ടിട്ടുള്ളൂ. തനിക്കരികിലായി തറഞ്ഞു നിൽക്കുന്നവനെ ജോയ് ഒരു വേദനയോടെ നോക്കി. എന്തു പറയണമെന്ന് പോലും ജോയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മോളെവിടെ? ദേവസിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അമ്മച്ചി ചോദിച്ചതും അവരോടായി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു അദ്ദേഹം. അവരോട് ദേഷ്യം കാണിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ദേവസിന്. അന്നയുടെ കുടുംബമാണ്. തന്നെ സ്നേഹിച്ചു പോയെന്നുള്ള കാരണം കൊണ്ട് അവർക്ക് നഷ്ടമായതാണ് അവളെ. അവസാനമായി ഒന്ന് കാണാൻ പോലും അവർക്ക് ഭാഗ്യമുണ്ടായില്ല. അപ്പോഴത്തെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പോലും അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ കുറ്റബോധമാണ്. ഇതിനിടയിൽ ഭദ്രയെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം അവളുടെ പാതിയായവൻ്റെ സാന്നിധ്യത്തിൽ ദേവച്ചനിൽ നിന്നും അകന്നു പോയി എന്ന് വേണം പറയാൻ. മോളെ, അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞ് ദേവച്ചൻ വിളിച്ചതും എല്ലാം കണ്ടും കേട്ടും നന്ദൻ്റെ അരികിലായി ഇരുന്ന അവളുടെ നോട്ടം വീണ്ടും അവനിലേക്കായി. ചെല്ല്, പതിവ് ചിരിയോടെ അവൻ പറയുമ്പോൾ അവളും നേർത്തൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് ഡോർ തുറന്നു. ഏറുന്ന മിടിപ്പോടെ ആൽഫി ആ കാറിലേക്ക് നോക്കി. ഒരു നിമിഷം ഹൃദയം പൊട്ടിത്താൻ മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയവന്. കാറിൽ നിന്നും ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിയവളെ കാണേ വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു പോയിരുന്നു എല്ലാവരും. ഭദ്ര! പ്രേതത്തെ കണ്ടപ്പോൾ തീയുടെ മുഖം വിളറി വെളുത്തു. അമ്മച്ചിയും അമ്മമാരുമൊക്കെ നിന്നെടുത്ത് തന്നെ നിൽപ്പാണ്. അന്നിയുടെ മകളായിരുന്നു ഭദ്ര എന്ന സത്യം മാളിയേക്കൽ വീടിനെ ഒന്നാക്കി വിഴുങ്ങിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. 2 വർഷങ്ങൾക്കിപ്പുറം തൻ്റെ പ്രാണനായവളെ കാണേ ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമുള്ള കാഴ്ചയെ മറിച്ചു. കാറിൽ എല്ലാം കണ്ടു നിന്നവൻ്റെ കൈയുടെ മുഷ്ടി ചുരുട്ടു. വല്ലാത്തൊരു ദേഷ്യം ആ നിമിഷം നന്ദനിൽ നിറഞ്ഞു. എൻ്റെയും അന്നയുടെയും മകളാണ് ഭദ്ര. ദേവച്ചന് ഒരു ചിരിയോടെ എല്ലാവർക്കുമായി അവളെ പരിചയപ്പെടുത്തിയതും സ്വന്തം ചോരയെ തന്നെയായിരുന്നു പടിയിറക്കി വിട്ടത് എന്ന തിരിച്ചറിവിൽ എല്ലാവരുടെയും മിഴികൾ നിറഞ്ഞു. ഒരു വാക്ക് പോലും പറയാനാവാതെ നിൽപ്പായിരുന്നു ജേക്കബ്. സ്വന്തം സഹോദരിയുടെ മകളെയായിരുന്നു താൻ തഴഞ്ഞു കളഞ്ഞത് എന്ന സത്യം അയാളുടെ തകർച്ച പൂർണ്ണമാക്കി. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവൻ്റെ മുഖത്ത് ക്രൂരമായ ഒരാനന്ദം ആ നിമിഷം നിറഞ്ഞു. ഒരിക്കൽ ചങ്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ തൻ്റെ പ്രാണനായിരുന്നു നന്ദൻ്റെ ഉള്ളിൽ. പെരുമഴയിൽ അവളെ ഇടിച്ച് തെറിപ്പിച്ച് തനിക്ക് മുന്നിലേക്ക് ഇട്ടു തന്ന ദിവസം ഒരിക്കൽ കൂടി അവന് മുന്നിൽ തെളിഞ്ഞു. നീ മറന്നു പോയാലും അനന്തനത് മറക്കില്ല ഭദ്രേ. നിന്നെ വേദനിപ്പിച്ച് രസിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടുകയുമില്ല. മനസ്സിലായി ഒരിക്കൽ കൂടി ഉരുവിട്ട് ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ഊഴത്തിനായി കാത്തിരുന്നവൻ പകയോടെ തന്നെ. അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാനോ ചേർത്ത് പിടിക്കാനോ ആവാതെയായിരുന്നു ഓരോരുത്തരെയും നിൽപ്പ്. കുറ്റബോധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന പോലെ. അകത്തേക്ക്, എല്ലാവരും അകത്തേക്ക് വരൂ. സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് സ്റ്റെല്ല മമ്മ ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവരെ നോക്കി നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു ഭദ്ര. ഉള്ളു പിടയുന്ന ഒരു വേദന ആ നിമിഷം അവരറിഞ്ഞു. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടില്ല. ആകെയുള്ള ഒന്നിനെ ആട്ടി അകറ്റുമ്പോൾ മൗനം പാലിച്ച് നിന്നതിൻ്റെ വേദന അവരും അറിഞ്ഞു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരാൾ കൂടെയുണ്ട്. അനന്താ! ദേവച്ചൻ നേരത്തൊരു ചീറ്റോടെ പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചതും സംശയത്തോടെയുള്ള ആൽഫിയുടെ അടക്കം നോട്ടം വീണ്ടും ആ കാറിലേക്കായി. കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ പൂട്ടിട്ട കാലുകളിലാണ് എല്ലാവരുടെയും നോട്ടം ആദ്യം ചെന്ന് നിന്നത്. ഡോർ അടച്ച് മുന്നോട്ട് അവൻ നടന്നു വന്നതും തലയിലാരോ ഇരുമ്പ് കൂടം കൊണ്ട് അടിച്ചതുപോലെ തറഞ്ഞു നിന്നു പോയിരുന്നു ആൽഫി. സ്കൈ ബ്ലൂ ഷട്ടിൽ എടുത്തു കാണിക്കുന്ന അവൻ്റെ ബലിഷ്ഠമായ ശരീരം, നോക്കിലും നടത്തത്തിലും ഒരൊറ്റയാൻ്റെ തലയിടുപ്പോടെ നിൽക്കുന്നവൻ. ആൽഫിയുടെ മുഷ്ടി ചുരുണ്ടു. വീണ്ടും കാണരുത് എന്നാഗ്രഹിച്ച് ഒഴിവാക്കി വിട്ടൊരു മുഖം, പകയോടെയും ദേഷ്യത്തോടെയും ഒരിക്കൽ ഓർത്തിരുന്ന മുഖം. അവൻ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായതും നന്ദനെന്ന് ചിരിച്ചു വന്യമായി. ഭദ്രയുടെ ഭർത്താവാണ് അനന്തൻ. സംശയത്തോടെ നന്ദനെ നോക്കി നിൽക്കുന്ന എല്ലാവരോടുമായി അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദേവസ്വൻ പറഞ്ഞതും കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ നിന്നുപോയി എല്ലാവരും. ആ നിമിഷം തന്നെ നന്ദൻ ഒരു ചിരിയോടെ ഭദ്രയുടെ അരികിലായി വന്ന് നിന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളും ഒരു ചിരിയോടെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി. ഭദ്രയുടെ കഴുത്തിലെ താലിയും നെറുകിലെ സിന്ദൂരവുമെല്ലാം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് പോലും അപ്പോഴായിരുന്നു. കാണുന്നതും കേൾക്കുന്നതും ഒന്നും വിശ്വസിക്കാനാവാത്തൊരു അവസ്ഥയിലായിരുന്നു ആൽഫി ഉൾപ്പെടെ എല്ലാവരും. ദേയ്ക്ക് മാത്രം ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. നോവിച്ച് ഇറക്കി വിട്ടവളാണ് സ്വന്തം ചോര തന്നെയായി മുന്നിൽ വന്ന് നിൽക്കുന്നത്. പുറം കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത് അങ്ങേറ്റം വിലപ്പെട്ട നിധിയായിരുന്നു എന്ന തിരിച്ചറിവ് അവരെ എല്ലാം പാടെ തകർത്തു. ഭദ്രയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നന്ദനെയും അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി ചിരിയോടെ നിൽക്കുന്ന ഭദ്രയും പകയോടെയും വേദനയുടെയും ആൽഫി നോക്കി നിന്നു. അത് മോളുടെ കല്യാണം 3 മാസങ്ങൾക്ക് മുൻപായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് നന്ദൻ.
പിന്നെ മോളുടെ ഇഷ്ടവുമായിരുന്നു. മാത്യു എന്തോ പറഞ്ഞു തുടങ്ങിയതേ ദേവസൻ അതിനുള്ള മറുപടി നൽകി കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവരുടെ എല്ലാം മുഖം വിളറി നിൽക്കുവാണ്. ആർക്കും ഒന്നും പറയാൻ ഇല്ലാത്ത അവസ്ഥ. ആൽഫിയുടെ മിന്നുകഴുത്തിൽ ഇട്ട് പടി കയറി വരേണ്ടവളാണ് ഇന്ന് മറ്റൊരുവിൻ്റെ കൈ പിടിച്ച് അവൻ്റെ പാതിയായി വന്ന് നിൽക്കുന്നത്. കത്രീനയുടെയും സ്റ്റെല്ലയുടെയും അമ്മച്ചിയുടെയും എല്ലാം മുഖം നഷ്ടബോധം കൊണ്ട് നിറഞ്ഞു. ദേയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഭദ്ര എവിടെയാണെങ്കിലും അവളെ തിരികെ ആൽഫയ്ക്ക് നേടിക്കൊടുക്കണം എന്നതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിന് മുകളിലേറ്റ അടിയായിരുന്നു ഇത്. ദേവച്ചൻ്റെ മനസ്സിൽ എന്തിനെന്നറിയാത്തൊരു സന്തോഷം നിറഞ്ഞുപോയി. മരണവുമായി മല്ലടിച്ച് കിടന്ന മകളും അവൾ അനുഭവിച്ചു തീർത്ത നോവുകളും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ. എല്ലാത്തിനും പകരമായി ആ അച്ഛൻ്റെ മനസ്സിലെ മധുരപ്രതികാരമായിരുന്നു ആ നിമിഷം അവിടെ നടന്നത്. അനന്തനിലും നിറഞ്ഞ ചിരിയാണ്. എല്ലാവർക്കുമുള്ള ആദ്യത്തെ കൊട്ടുകൊടുത്തതിൻ്റെ സന്തോഷം. ഭദ്ര മാത്രം കാര്യമൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും മാറി മാറി നോക്കി നിൽപ്പാണ്. അവളൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അവിടെ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിരുന്നു. എല്ലാവരും അകത്തേക്ക് വാ, ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് ചെന്നിട്ടാവാം, അമ്മച്ചിയുടെ മോള് വാ. ഭദ്രയുടെ മാറി തുടങ്ങുന്ന മുഖം കണ്ടതേ സ്വബോധം വീണ്ടെടുത്തതുപോലെ അമ്മച്ചി പറഞ്ഞു. ബാക്കിയുള്ളവരും അപ്പോഴാണ് ഞെട്ടിൽ നിന്നും മുക്തരാവുന്നത്. ഉള്ളിലെ ചിന്തകളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറി. ഭദ്രയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപായി ഒരിക്കൽ കൂടി അനന്തൻ അവനെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയായിരുന്നു ഇരുവരും ആ നിമിഷം.